إن نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ ദാസന്മാരായി മാറുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം മരിക്കുന്നത് വരെ സൽക്കർമ്മനിരതമായി നിലനിർത്തണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റിളയും മഹബ്ബത്തും നേടിയെടുക്കുന്ന പരിശ്രമ വീതിയിൽ സന്മാർഗ സ്ഥിരതയോടെ സൽക്കർമ്മ നിരതയോടെ മുന്നേറുന്ന മുവഹിദുകളിൽ, മുത്തഖീങ്ങളിൽ, മുസ്ലിഹീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 58-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുമായി ബന്ധമുള്ള ചില ആലോചനകളാണ് ഇന്നത്തെ ഈ ഖുതുബയുടെ സാരോപദേശമായി ഉദ്ദേശിക്കുന്നത്. പുതിയ കാല ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങൾ എമ്പാടും ലഭിക്കുകയും അള്ളാഹുവിലുള്ള തഖ്വ നിലനിർത്തുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമുള്ളതായ ഒരു സമയമാണ്. സമൂഹത്തിൽ വളരെ വ്യാപകമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്, ഉത്ബോധിപ്പിക്കുന്നത്. വിശ്വസ്തത നഷ്ടപ്പെടുന്ന ഒരു ലോകം. അമാനത്തുകൾ ഏറ്റെടുത്തവരൊക്കെ, അത് ഭരണാധികാരികളായിരുന്നാലും ഭരണീയരായിരുന്നാലും അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തായിരുന്നാലും മതരംഗത്തായിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തിൻ്റെ വിവിധ തുറകളിലും ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും അങ്ങനെ സാമൂഹിക കുടുംബ സൗഹൃദങ്ങളിലെല്ലാം
അമാനത്തുകളിൽ അഥവാ വിശ്വസ്തതക്ക് വലിയ വീഴ്ച സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നമ്മെ അറിയിക്കുന്ന കാര്യങ്ങൾ അതീവ ഗൗരവത്തോടെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പന നൽകുകയാണ്, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അനാമത്തുകൾ അതിൻ്റെതായ അഹ്ലുകാർക്ക് നിങ്ങൾ അത് കൊടുക്കണം. വഇദാ ഹകംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വല്ല വിധി തീർപ്പ് നടത്തുകയാണ് എങ്കിൽ അത് കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സൗഹൃദത്തിലാകട്ടെ, ജോലിയുടെ മേഖലകളിൽ, ഏത് തലങ്ങളിലും മേഖലകളിലും കാര്യങ്ങളിലുമായിരുന്നാലും മനുഷ്യർക്കിടക്ക്, ജനങ്ങൾക്കിടക്ക് നിങ്ങൾ വല്ല വിധി തീർപ്പ് നടത്തുകയാണെങ്കിൽ അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതിയോടുകൂടിയായിരിക്കണം. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുകും ബി, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ പവിത്രതയോടെ മഹനീയതയോടെയാണ് ഈ ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ, ഈ വക വിഷയങ്ങളിൽ നിങ്ങൾ വല്ല ഉദാസീനതയും വീഴ്ചയും വരുത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഅ്, അതെല്ലാം കേൾക്കുന്നവരാണ്. അമാനത്തോ നീതിയോ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ സ്വന്തം മനസാക്ഷിയോടോ അതല്ലെങ്കിൽ മറ്റുള്ളവരോടോ വല്ല നീക്കുപോക്കുകളും നടത്തുന്നു എങ്കിൽ, സംസാരിക്കുന്നു എങ്കിൽ അതെല്ലാം കേൾക്കുന്ന സമീഅാണ് അല്ലാഹു. നിങ്ങൾ ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബസീർ, കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ബസീറുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അവനെ മറച്ചു വെച്ചുകൊണ്ട്, അവനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമല്ല എന്ന് പറയാം. അപ്പൊ അമാനത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പടച്ച റബ്ബിനോടും പടപ്പുകളോടും ഒക്കെ നിർവഹിക്കേണ്ട അമാനത്തുകളുണ്ട്. ഇസ്ലാമികമായി നമ്മൾ നിർവഹിക്കേണ്ട ആരാധനകൾ, അനുഷ്ഠാന മുറകൾ, അത് നോമ്പായിരുന്നാലും സക്കാത്തായിരുന്നാലും വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമായിരുന്നാലും പടച്ച റബ്ബ് നമ്മിൽ വിശ്വസിച്ചേൽപ്പിച്ച ഇസ്ലാമിക ഹിദായത്തിന്റെ ഭാഗമായി കൊണ്ട് മരിക്കുന്നത് വരെ നിർവഹിക്കേണ്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അമാനത്താണ്. ആ വിശ്വസ്തതയുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെയും ഭാഗമാണത്. അതേപോലെ തന്നെ മനുഷ്യർക്കിടക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഭരണാധികാരികൾ ഭരണീയരോട് നിർവഹിക്കാനുള്ളത്, കുടുംബനാഥര് തൻ്റെ കുടുംബത്തിന് തൻ്റെ കീഴിലുള്ള മക്കളോടും ഇണകളോടും നിർവഹിക്കാനുള്ളത്, കുടുംബിനികൾ തൻ്റെ ഭർത്തൃ കുടുംബത്തോട് നിർവഹിക്കാനുള്ളത്, മുതലാളി തൊഴിലാളിയോട്, തൊഴിലാളി മുതലാളിയോട്, കച്ചവടക്കാർ അവർക്കിടക്കൊക്കെ നിർവഹിക്കേണ്ട അമാനത്തുകളുണ്ട്. ഉദ്യോഗത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, സൗഹൃദത്തിൽ, ഇടപാടുകളിൽ, ഇടപഴകലുകളിലെല്ലാം അമാനത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഏൽപ്പിച്ച ഭക്തിയോടെ, സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ നിർവഹിക്കേണ്ട കാര്യങ്ങളാണത്. അഥവാ ആരെങ്കിലും വല്ല വസ്തുക്കളും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മൾ അനാമത്ത്, മലയാളത്തിലും പറയും അമാനത്ത്, അനാമത്ത് മുതലുകൾ എന്നൊക്കെ പറയാറുണ്ട്. വിശ്വസ്തയോടുകൂടി നമ്മെ വിശ്വസിച്ച് ആരെങ്കിലും വല്ല വസ്തുക്കളും നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ കൃത്രിമത്വം നടത്താതെ ആ സമയവും ഡേറ്റും ദിവസവും എത്തിക്കഴിഞ്ഞാൽ ആ കരാർ അനുസരിച്ച് അത് തിരിച്ചേൽപ്പിക്കുക എന്നത് അമാനത്തിന്റെ ഭാഗമാണ്, മനുഷ്യർക്കിടയിൽ നിലനിൽക്കേണ്ടതാണ്. അത് മനുഷ്യർക്കിടക്കും സമൂഹത്തിനിടക്കും സ്വാസ്ഥ്യമുണ്ടാക്കുന്നതിന്റെ അടിസ്ഥാന ഘടകവും കൂടിയാണ്. അമാനത്തുകൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് വിലയുണ്ടാവുകയില്ല, സാമൂഹിക രംഗം സുരക്ഷിതമായി തീരുകയില്ല. ഉദാഹരണങ്ങൾ പറയേണ്ടതില്ല. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ജോലിയാകാം, മറ്റുള്ള എന്ത് കാര്യങ്ങളാകാം, ആ കാര്യം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ, ആ റെസ്പോൺസിബിലിറ്റിയിൽ, ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്താതെ നമുക്കത് നിർവഹിക്കാൻ കഴിയണം. വീഴ്ച വരുത്തുന്ന കാര്യങ്ങൾ വരികയാണ് എങ്കിൽ അത് ആരാണോ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവരത് അറിയിക്കണം. എനിക്ക് സാമ്പത്തികമായി, ആരോഗ്യപരമായി, അതേപോലെ തന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ച ഈ റെസ്പോൺസിബിലിറ്റി, ഈ ഉത്തരവാദിത്തം, ഈ അമാനത്ത്, ഈ കാര്യം, ഈ ജോലി, ഈ എഫേർട്ട് എന്നെ കൊണ്ടെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ ആളായിട്ട് കാര്യമില്ല. CCTV ക്യാമറകൾക്കനുസരിച്ച് അമാനത്ത് നിർവഹിക്കേണ്ട ഗതികേട് എനിക്കുണ്ടാകാൻ പാടില്ല. സുതാര്യമായി, സുദൃഢമായി, ഓപ്പൺ ആയിക്കൊണ്ട് പടച്ചറബുമായുള്ള കരാറ് എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ജോലി, എൻ്റെ ഉത്തരവാദിത്തം, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും, ആര് നിരീക്ഷിച്ചാലും നിരീക്ഷിച്ചില്ലെങ്കിലും എൻ്റെ അമാനത്ത്
എനിക്ക് നിർവഹിക്കാൻ സാധിക്കണം, അതിനെനിക്ക് സാധിക്കാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന നിലക്ക് നിലപാടെടുക്കണം. അതല്ലെങ്കിൽ പരലോകത്തും ഇഹലോകത്ത് നിന്ദതയും പരലോകത്തും നിന്ദതയും ഭാരവുമായി നമുക്ക് വരാനുള്ളതാണ്. അതിലേക്ക് വരാം. അപ്പോൾ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം, ജോലി കാര്യങ്ങളിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കൽ അമാനത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു സിർറ്, ഒരു വ്യക്തി, അത് കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സൗഹൃദങ്ങളിലാകട്ടെ, സോഷ്യൽ മീഡിയകളിലാകട്ടെ, പുതിയ കാലത്ത് ഇങ്ങനെ പല വായനകൾ. അപ്പൊ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സിർറ്, ഒരു രഹസ്യം, അത് പുറത്തുവിടണ്ട. നീ ആയതുകൊണ്ട് ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പങ്കുവച്ചതാണ്. അതിന്റെ പ്രൈവസിയോടുകൂടി രഹസ്യ സ്വഭാവത്തിൽ നീ കൈകാര്യം ചെയ്യണം എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ ഏൽപ്പിച്ച മനുഷ്യൻ നമ്മുടെ ശത്രുവായി തീർന്നാലും ആ രഹസ്യം പുറത്തുവിടാൻ പാടില്ല, പെർമിഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെ. അവ ഏൽപ്പിക്കപ്പെട്ട രഹസ്യങ്ങൾ അത് അതിൻ്റെതായ അമാനത്ത് എന്ന നിലക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇടപാടുകൾ, നമ്മെ വിശ്വസിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നവരുണ്ടാകും. ആ ഇടപാട് നടത്തുമ്പോൾ അതും അമാനത്താണ് എന്ന ഓർമ്മയുണ്ടാകണം. അതിൽ ചതിയും വഞ്ചനയും ഒക്കെ നടത്തിക്കൊണ്ട് അറിയുന്നില്ല എന്ന നിലക്ക് അങ്ങനെ വഞ്ചന നടത്തി കാര്യങ്ങൾ ഐഹികം വരുതിയിൽ വരുത്താനുള്ള അവിവേകത്തിന്റെ ശ്രമം, ഭക്തി നഷ്ടപ്പെട്ട് പൈശാചികതക്ക് വശംവദരായിക്കൊണ്ട് വളരെ കുറഞ്ഞ കാലയളവിലെ ഈ നൈമിഷികതക്ക് വേണ്ടി നമ്മുടെ സന്മാർഗവും അമാനത്തും ദീനീബോധവും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ചതിയും വഞ്ചനയും പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അൻ അബീ ഹുറൈറ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ പറയാ, അദ്ദിൽ അമാന, അദ്ദിൽ അമാന, നീ അമാനത്ത്, ഈ പറയും പ്രകാരത്തിലുള്ള അമാനത്തുകളൊക്കെ അതിൻ്റെതായ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നീ നിർവഹിക്കണം. ഇലാ മനി ഇത്തമനിക, നിന്നെ ജോലിക്കെടുത്ത ആള്, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച മുതല്, നിന്നിൽ വിശ്വാസം അർപ്പിച്ച് പങ്കുവെച്ച രഹസ്യം, ഈ പറയുന്ന കാര്യങ്ങളിൽ ഒക്കെ നീ അമാനത്ത് നിറവേറ്റണം. വലാ തഖുൻ മൻ ഖാനക, വലാ തഖുൻ, നീ വഞ്ചിച്ച് കളയരുത്, മൻ ഖാനക, നിന്നെ വഞ്ചിച്ച ആളെ. അവൻ എങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെയാ. ഈ ഒരു പോളിസി മുസ്ലിമിന് പാടില്ല. ഫദ്ഫഅ ബില്ലതി അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നതാണ്. അതുകൊണ്ട് എന്നെ വഞ്ചിച്ചു, അവനെ ഞാനും വഞ്ചിക്കും എന്ന നെഗറ്റീവിലേക്ക് പോകാൻ പാടില്ല എന്ന് അമാനത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനിയും അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭിന്ന മേഖലകളിൽ സൂക്ഷിക്കേണ്ട അമാനത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെ പരാമർശിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന വലിയൊരു ഉപദേശമുണ്ട്. അൻ അബീ സഈദ് അൽ ഖുദരി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അഅ്ളമിൽ അമാന ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഇന്ന മിൻ അഅ്ളമിൽ അമാന, അമാനത്തുകളിൽ വെച്ച് ഏറ്റവും മഹനീയമായത്, ഗൗരവതരമായിട്ടുള്ളത്, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, അർറജുലു യഫ്ളി ഇല ഇംറഅതിഹി, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുകയാണ്, ഭർത്താവ് ഭാര്യയുമായി, വതുഫ്ളി ഇലൈഹി, അതേപോലെ ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെട്ടതിന് ശേഷം സുമ്മ യൻഷുറു സിർറഹ, അതിന്റെ രഹസ്യം മറ്റുള്ളവരോട് തമാശ രൂപത്തിൽ പങ്കുവെക്കുന്ന ആളുകളുണ്ട്. അത് അമാനത്തിൽ വീഴ്ച വരുത്തുകയാണ്. അവർ പരലോകത്തെ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മളിൽ ആഗമത്തോടെ അങ്ങേയറ്റം തമാശയോടെ കണക്കാക്കുന്ന കാര്യങ്ങൾ വരെ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ അമാനത്തിന്റെ വിഷയത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ ഇടിച്ചു തകർക്കുന്നതാണ്, പ്രയാസപ്പെടുത്തുന്നതാണ്. ഇനിയും പറയാം, നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അഥവാ നമുക്ക് ഏറ്റെടുക്കാൻ സാധ്യമല്ല എങ്കിൽ നമ്മളത് ഏറ്റെടുക്കാൻ പാടില്ല. അൻ അബീ ദർരിൻ റളിയല്ലാഹു അൻഹു ഖാല, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അബൂദർ റളിയല്ലാഹു അൻഹു സംസാരിച്ചിരിക്കുകയാണ്. ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ പ്രവാചകനോട് പറഞ്ഞു, അലാ തസ്തഅ്മിലുനി, താങ്കൾ എന്താണ് എനിക്കൊരു ഉത്തരവാദിത്തം നൽകാത്തത്? എനിക്ക് ആ ഗവർണർ പോസ്റ്റ്, അവരെ നയിക്കാനുള്ള ഉത്തരവാദിത്തം, അത് എനിക്ക് അങ്ങ് എന്താണ് നൽകാത്തത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖാല, ആ സമയത്ത് പ്രവാചകൻ പ്രതിപദിച്ചു, ഫളറബ ബിയദിഹി അലാ മൻകിബി, എന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, സുമ്മ ഖാല യാ അബാ ദർ, അല്ലയോ അബൂദർറേ, അബൂദർറേ, ഇന്നക ലഈഫുൻ, നീ ദുർബലനാണ്, നിന്നെ എനിക്കറിയാം, ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അതിന്റെ കനത്തോടുകൂടി നിർവഹിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയാവുന്നതാണ്. അബൂദർ, ഇന്നക ലഈഫുൻ, നീ ദുർബലനാണ്. വഇന്നഹാ അമാന, ഗവർണർ പോസ്റ്റ് ഏറ്റെടുക്കുക, നേതൃത്വം ഏറ്റെടുക്കുക,
സൂപ്പർവൈസിങ് ഏറ്റെടുക്കുക, അതിനെ വിവിധ വിശകലനത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ ജീവിതത്തിൽ, അധ്വാനത്തിൽ, ബിസിനസ്സിൽ, കച്ചവടത്തിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റെടുക്കുന്ന ജോലിയാക്കുന്ന അമാനത്തുകളിലൊക്കെ വൈന്നഹ അമാന, അതൊരു അമാനത്താണ്, ഒരു നാടിനെ നയിക്കുന്ന വിഷയമാണ്. വൈന്നഹ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ, അത് പരലോകത്ത് നിനക്ക് നിന്യതയായി കടന്നു വരും. വനദാമത്തുൻ, അത് ഖേദത്തിന് വഴിയൊരുക്കും. ഇല്ലാ മൻ അഖദഹാ ബിഹഖ്ഖിഹാ, അതിന്റെ ഹക്ക്, അതിന്റെ ബാധ്യത മനസ്സിലാക്കി, അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഏറ്റെടുക്കാതെ പോയി കഴിഞ്ഞാൽ, വഅദ്ദല്ലദി അലൈഹി ഫീഹാ, ഏറ്റെടുത്ത അമാനത്ത്, ആ നേതൃത്വം വഴി നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ അതും വലിയ ഖേദത്തിനും നിന്ദ്യതക്കും പരലോകത്ത് വഴിയൊരുക്കും. അതുകൊണ്ട് ഏറ്റെടുക്കണോ അബൂദർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ വളരെ ലളിതമായി ലാഘവമായി അത് ഏറ്റെടുക്കുക, ഇത് ഏറ്റെടുക്കുക, മഹല്ല്, സംഘടനാ നേതൃത്വം, ദഅവത്ത്, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു ഉമ്മത്തിനെ ചൂഴ്ന്നു നിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ സക്രിയമായി ഇടപെടലുകൾ നടത്തേണ്ട, സമയം കൊടുക്കേണ്ട, സന്നദ്ധത കാണിക്കേണ്ട, യാത്ര ചെയ്യേണ്ട, അതിനനുസരിച്ച് ഭക്തി നേടിയെടുക്കേണ്ട, നീതിയുക്തമായി, നേരത്തെ പറഞ്ഞ ആയത്തിലുണ്ടല്ലോ, നിങ്ങൾ നീതിയോടുകൂടി ആയിരിക്കും. അമാനത്തും അതിലും ചേർത്തുകൊണ്ടാ പറഞ്ഞത്. ഇതൊക്കെ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പറ്റുന്ന പാകതയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അലങ്കാരത്തിന് വേണ്ടി അധികാരം ഏറ്റെടുത്ത് അമാനത്തിൽ വീഴ്ച വരുത്തി ഇഹത്തിലും പരത്തിലും നിന്ദ്യത ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ഏറ്റെടുത്ത അമാനത്തുകൾ ഭംഗിയോടെ ഭക്തിയോടെ നിറവേറ്റാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി പരലോകത്തെത്തുന്ന സമയത്ത് നരകത്തിന്റെ മുകളിൽ സിറാത്തിലൂടെ കടന്നു പോകുന്ന രംഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ അമാനത്തും റഹ്മും കൊണ്ടുവരപ്പെടുന്നതാണ്. അമാനത്തും യമീനൻ വശിമാലൻ, ആ സിറാത്തിന്റെ, ആ പാലത്തിന്റെ രണ്ട് ഭാഗത്തായിട്ട് റഹ്മും അതേപോലെ അമാനത്തും കൊണ്ടുവരാൻ. നമ്മൾ ഏറ്റെടുത്ത അമാനത്ത്, അതേപോലെ കുടുംബ ബന്ധങ്ങൾ. എന്നിട്ട് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുടുംബ ബന്ധങ്ങളിൽ വീഴ്ച വരുത്തിയ ആളുകളെ ആ കുടുംബ ബന്ധം വീഴ്ത്തിക്കളയും നരകത്തിലേക്ക്. അമാനത്ത് ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കാത്ത ആളുകളെ ആ അമാനത്ത് അതിലേക്ക് വീഴ്ത്തിക്കളയുന്നതാണ്. അതേ അവസരത്തിൽ ഈ രണ്ട് കാര്യത്തിലും, കുടുംബ ബന്ധങ്ങളിലും അമാനത്തിലും ഏറ്റവും ഉന്നതമായ നിലപാട് സ്വീകരിച്ച് ചെറുതാകട്ടെ വലുതാകട്ടെ ഉത്തരവാദിത്ത പൂർത്തീകരണം നടത്തിയ ആളുകൾക്ക് അവരുടെ റഹ്മ, കുടുംബ ബന്ധങ്ങളും അമാനത്തും അനുകൂലമായി ശുപാർശ പറഞ്ഞ് വളരെ വേഗത്തിൽ സ്വർഗത്തിലേക്കുള്ള അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കുടുംബത്തിലെയും സമൂഹത്തിലെയും സാമ്പത്തിക രംഗത്തെയും ഉപജീവനത്തിലെയും ഒക്കെ അനാമത്ത്, അമാനത്ത്, മുതലുകളെയും കാര്യങ്ങളെയും റെസ്പോൺസിബിലിറ്റികളെയും ഒക്കെ അതിൻ്റെതായ സൂക്ഷ്മതയിൽ നിറവേറ്റുവാനും, അങ്ങനെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ വിജയം വരിച്ച വിശ്വാസികളുടെ ഉപമ പറഞ്ഞിടത്ത് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, വല്ലദീനഹും വിജയിച്ച വിശ്വാസികൾ, അവർ അവരുടെ അമാനത്തുകളെയും കരാറുകളെയും ഭംഗിയോടെ സൂക്ഷ്മതയോടെ പൂർത്തീകരിക്കുന്നവരായിരിക്കും. അത്തരക്കാരിൽ ഉൾക്കൊണ്ട് ഇഹത്തിലും പരത്തിലും വിജയം വരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം وهو الذي أنعمنا وأسعدنا بهذه الهداية النعيمة وهو الذي أكرمنا بالقرآن وهو الذي لم يلد ولم يولد ولم يكن له كفوا أحد والصلاة والسلام على القائل إنما بعثت لأتمم مكارم الأخلاق. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചെറുതും വലുതുമായ വിധിവിലക്കുകൾ രഹസ്യ പരസ്യ വ്യത്യാസമില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും സന്ദർഭങ്ങളിലും തഖ്വയും തസ്ബിയത്തും തറബിയത്തും മുൻനിർത്തി പാലിക്കുന്ന, അങ്ങനെ ഐഹിക ക്ഷേമവും സർവോപരി പരലോക മോക്ഷവും നേടിയെടുക്കുന്ന ഉത്ബുദ്ധരിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹം പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതിൽ നമുക്കറിയാം, എക്കാലത്തും ഈ ഉമ്മത്ത് പല ക്രൈസിസും അഭിമുഖീകരിച്ച് അതിജീവനം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ തൗഹീദും തവക്കുലും തഖ്വയും, പടച്ചറബിലുള്ള വിശ്വാസം വിശുദ്ധമാക്കുക, ആ വിശ്വാസത്തിൻ്റെ ഉപോൽപ്പന്നമായി തവക്കുലോടുകൂടി മുന്നോട്ട് പോവുക,
കാര്യങ്ങൾ അവധാനതയോടെ കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കുക, പടച്ചറബിനോട് പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. ഏത് വിഷയത്തിലും അള്ളാഹു തുറവി നൽകും. ഒമൻ യത്തഖില്ല യജഅൽ ലഹു മഖ്റജ. ആരാണോ പടച്ചറബിനെ സൂക്ഷിക്കുന്നത് എങ്കിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഏത് വിഷയത്തിലും പടച്ചറബ് എക്സിറ്റ്, ഒരു തുറവി, അതിജീവനം നൽകുമെന്ന് ഖുർആനിൻ്റെ ആയത്താണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു അവൻ്റെ വാഗ്ദാനത്തെ ലംഘിക്കാറില്ല. അതിൻ്റെ കാര്യകാരണങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു അവൻ്റെ വാഗ്ദാനങ്ങൾ, കരാറുകൾ ലംഘിക്കുകയില്ല. ഏതായാലും ഇങ്ങനെ ഒരു ഭാഗത്ത് പല വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിവാദങ്ങളിൽ എരുതിയിൽ എണ്ണൊഴിക്കുക എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ഇസ്ലാമിൻ്റെ ടേമുകളും സംജ്ഞകളും ഒക്കെ ചർച്ചയ്ക്ക് വരാറുണ്ട്. പല ആളുകളും പല വിധത്തിൽ പലതും പറയാറുണ്ട്. ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഇടങ്ങളെയും ഒക്കെ പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ വൈകൃതം നമ്മൾ കേൾക്കാറുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. ഏതായിരുന്നാൽ ഇസ്ലാമിൻ്റെ മാനവികതയും കാരുണ്യബോധവും സഹജീവി സ്നേഹവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതാരും പ്രത്യേകം സർട്ടിഫൈ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. ആരൊക്കെ തീവ്രതയും വർഗീയതയും അതിനുവേണ്ടി ബ്രെയിൻ വാഷിക്കും അതിനുവേണ്ടി പ്രചണ്ഡമായ പ്രചരണവും അങ്ങനെ നടത്തുന്ന ആളുകളുടെ ഓരം ചേർന്ന് നിൽക്കലും അതിൻ്റെ രാഷ്ട്രീയ ലാഭം ഉപയോഗപ്പെടുത്തലും ഒക്കെ നടത്തിയാലും ഇസ്ലാമിക ഉമ്മത്ത് വർഗീയവൽക്കരിക്കപ്പെടൂല. അതിൻ്റെ കാരണം വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളാണ് നമ്മൾ. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ്. ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളാണ് ഈ ലോകത്ത് ജീവിക്കുന്ന സർവ്വ മനുഷ്യരുമെന്ന മാനവിക ബോധനത്തിന് പുതിയ കാലത്തിൻ്റെ ടെക്നോളജികളുടെ വൈജ്ഞാനിക വികാസം ആവശ്യമില്ലാതെ 6-ാം നൂറ്റാണ്ടിൽ അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങൾ കൊണ്ട് മാനവിക മൈത്രി വിഷയത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കാൻ പ്രത്യയശാസ്ത്രപരമായി കെൽപ്പുള്ള ഉമ്മത്താണ് ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറയുന്നത്. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. എന്നാൽ ഈ ഉമ്മത്തിന് പുറത്തുള്ള ആളുകൾ പരിക്കേൽപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൽ ഉപരിയായിക്കൊണ്ട് പരിക്കേൽപ്പിക്കുന്നതിന് അകത്തുള്ള ആളുകളാണ്. ഒന്ന്, ഈ ഉമ്മത്ത് ഐക്യബോധത്തോടെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന നിലക്ക് ഐക്യബോധത്തോടെ നിലനിൽക്കേണ്ട വിഷയങ്ങളിൽ ഐക്യബോധത്തോടെ നിലനിൽക്കണം. അതൊരു അമാനത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും അതിൻ്റെ പ്രിഫറൻസ് ആൻഡ് പ്രയോറിറ്റി എന്ന് പറയും. വിഷയത്തിൻ്റെ മെറിറ്റും മുൻഗണനാക്രമവും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉമ്മത്ത് സംഘടന ഭേദമന്യേ ഈ ഉമ്മത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നിച്ച് അണിനിരക്കണം. അതാരെയും അതിജീവിക്കാനോ ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വിധേയപ്പെടുത്താനോ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാതിരിക്കാൻ. പക്ഷേ അതിന് പോലും സാധിക്കാത്ത വിധത്തിലുള്ള അവിവേകങ്ങൾ ഒരിക്കലും ഈ ഉമ്മത്തിനടക്കം ഉണ്ടാകാൻ പാടില്ല. നേതൃത്വം വളരെ സൂക്ഷ്മതയോടെ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു ഭാഗം ഈ മതത്തെ, ഇസ്ലാമിനെ ഇതിനകത്ത് നിന്നുകൊണ്ട് പൗരോഹിത്യം ഇത്തിക്കണ്ണികളായി കൊണ്ട് പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിവാദങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സഹോദരിയുടെ മരണം, പ്രസവം, ഇതൊക്കെ ചർച്ചയാണ്. ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണല്ല. എന്നാൽ പല വേദികളും ഈ പറയും പ്രകാരം പൗരോഹിത്യം പലതും സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ചാനലുകളിലെ പ്രൈം ടൈം ഡിസ്കഷനിൽ അതൊക്കെയാണ് ഉദ്ധരിക്കപ്പെടുന്നത്. മായാവി കഥകൾ ഈ ആധുനിക കാലത്ത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യപ്പെടാൻ പാടില്ലാത്ത വാചകങ്ങൾ അതെല്ലാം കൃത്യമായി കൊണ്ട് പ്രൈം ടൈം ചർച്ചയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാമിക സംജ്ഞകളെ, ഇസ്ലാമിക വിശ്വാസത്തെ അരികുവൽക്കരിക്കാൻ വേണ്ടി കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവുകയാണ്. ആരാണിതിന് അവസരമൊരുക്കി കൊടുക്കുന്നത്? മുസ്ലിം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വേഷധാരികളായ ആളുകൾ അവർ വളരെ ബോധപൂർവം സംസാരിച്ചു വെച്ചതാണ്. എന്ത്, എവിടെ, എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ, അല്ലെ? വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കപ്പെടുന്നതിന്റെ മുമ്പ് പിന്നാമ്പുറങ്ങൾ, ഇന്നലകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആയത്തുകൾ ഇതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം വളരെ ശാസ്ത്രീയമായി ഈ വക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു, ചർച്ചക്കെടുക്കുന്നു എന്ന് നേരെ ചൊവ്വേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആർക്കും ബോധ്യപ്പെടും. തദാവു, നിങ്ങൾ ചികിത്സിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അപ്പൊ ചികിത്സക്ക് വേണ്ടി, സർജറിക്ക് വേണ്ടി, അതേപോലെ ഏത് അസുഖമായിരുന്നാലും നമ്മൾ ഇതേ മെമ്പറിൽ വെച്ച് തന്നെ ആത്മീയ ചൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിഷയങ്ങളും കൈകാര്യം ചെയ്തതാണ്. അപ്പോൾ ചികിത്സക്ക് വേണ്ടി ഡോക്ടർമാരെ കാണാം, ആധുനിക സംവിധാന സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തണം, അതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, മോഡേൺ സയൻസിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള പണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്ത മതം കൂടിയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിൻ്റെ അബ്ബാസി കാലഘട്ടം, അതേപോലെ തന്നെ മുസ്ലിം സ്പെയിൻ, കൊർദോബ കാലഘട്ടം, അതിലൊക്കെ നൽകപ്പെട്ട സംഭാവനകളിൽ ഇബ്നു സീന,
റാസി, അസ്സഹ്റാവി, ഇബ്നു ഈസ, ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ, റാസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറാ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്തിയ ഇസ്ലാമിലെ ഇന്നലകളിലെ വൈദ്യശാസ്ത്ര വിശാരദന്മാര്. സർജറിയില് ഐക്കണായി മാറിയിരുന്നു സഹ്റാവി എന്ന് നിങ്ങൾക്ക് ചരിത്ര ഗ്രന്ഥത്തിൽ കാണുവാൻ കഴിയും. അതേപോലെ സ്ത്രീ രോഗ വിദഗ്ധന്മാരായിരുന്ന അതിനുള്ള രചനകൾ നടത്തിയ ഇമാം റാസി. അലി ഇബ്നു ഈസ, അദ്ദേഹം ഒഫ്താൽമോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് കണ്ടെത്തലുകൾ മുൻകാല പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ അവരുടെയൊക്കെ പിന്മുറക്കാരായി ഈ മേഖലകളിൽ പുതിയ സംഭാവനകൾ നൽകേണ്ട വിഭാഗമാണ് ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറയുന്നത്. ആ ഉമ്മത്തിന്റെ വേദികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ പറഞ്ഞു വരുന്നത് ആയത്തോ ഹദീസോ ഇസ്ലാമിക ചരിത്രമോ അതിനൊന്നും പ്രോത്സാഹനം നൽകണില്ല. മറിച്ച് കാലത്തിന്റെ മുന്നിൽ നടക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ചികിത്സ എടുക്കാനാണ് പറയുന്നത്. ഇനി മസ്അല തേടിപ്പോയി അത് സ്ത്രീയാണ്, പെണ്ണാണ്, സഹോദരിയാണ്, പെണ്ണുങ്ങളാണ്, ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ആണുങ്ങളാകുമല്ലോ എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് അതിനൊന്നും ലറൂറത്ത്, അനിവാര്യ സാഹചര്യങ്ങളിൽ കർമ്മശാസ്ത്ര മസ്അലകളിൽ അതിനൊന്നും പ്രശ്നമില്ല. അല്ലേ? ഒരു ഡോക്ടർ അഥവാ മെയിൽ ഡോക്ടറാണ് എങ്കിൽ പിന്നെ സ്ത്രീയെ, സഹോദരിയെ, പെങ്ങളെ, ഭാര്യയെ ചികിത്സിക്കുന്നത്, ഓപ്പറേഷൻ നടത്തുന്നത് അതൊരു മെയിൽ ഡോക്ടറാണ് എന്ന് വെച്ച് ഇസ്ലാമിക ബോധത്തിന് ഒരു പരിക്കും ഏൽക്കൂല. വേണമെങ്കിൽ നോക്കാം, അങ്ങനെ സൂക്ഷ്മതയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ലേഡി ഡോക്ടറെ കിട്ടൂലേ എന്നൊക്കെ അന്വേഷിക്കാം. അതിന് മതം എതിരൊന്നല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് വെച്ചുകൊണ്ട് വീട്ടിൽ കാര്യം തീർത്ത് അവസാനം വലാ തെൽക്കു ഐദിയക്കും ഇല തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങൾ എറിഞ്ഞു കൊടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പൊ അറിവില്ലായ്മ കൊണ്ട്, അവിവേകം കൊണ്ട്, തീവ്രത കൊണ്ട്, വസ്വാസ് കൊണ്ട് ആ രൂപത്തിലേക്ക് എത്തിപ്പെടാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കണില്ല. മറിച്ച് അതിനെതിരാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ലറൂറത്തിന്റെ സാഹചര്യങ്ങളിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, പുതിയ കാലത്ത് ജീവിക്കുമ്പോൾ ജീവഹാനി ഉണ്ടാകാതിരിക്കാനായിരിക്കണം ആധുനിക വൈദ്യശാസ്ത്രം. ജീവിതത്തിന്റെ അടിസ്ഥാന വിജ്ഞാനീയങ്ങളിൽ ഒന്നാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അതിന് സംഭാവന നൽകിയ ഉമ്മത്തിലെ അംഗങ്ങളാണ് പൂർവസൂരികൾ. ആ പാതയാണ് പഠിപ്പിച്ചത്. അതിനനുസരിച്ചാണ് നവോത്ഥാന സരണിയ മേഖലയിൽ മുന്നോട്ട് പോകേണ്ടത്. ഈ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനൊക്കെ മുന്നിൽ നടക്കാൻ പ്രാപ്തി ഉമ്മത്ത് നേടിയിട്ടുണ്ട്. അറബിക് കോളേജ് ആണോ എന്ന് തോന്നുന്ന വിധത്തിൽ, പക്ഷേ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരും. മെഡിക്കൽ കോളേജ് കണ്ടു കഴിഞ്ഞാൽ അറബിക് കോളേജ് ആണോ എന്ന് തോന്നുന്ന വിധത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് പെൺകുട്ടികൾ മെഡിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഒരു കാലത്ത് വീണ്ടും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉമ്മത്ത് പരിഹാസം നേരിടുന്നു എന്ന് പറയുന്നത് പ്രയാസമാണ്. അതിനെയും പ്രതിരോധിക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്, നേതൃത്വത്തിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ കാലത്ത് ഇസ്ലാമിക ഉമ്മത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം അതിൻ്റെ ആത്മീയ ബോധത്തോടെ, പ്രാമാണിക ബോധത്തോടെ, ചരിത്ര ബോധ്യത്തോടെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന മുവഹിദുകളും മുത്തഖീങ്ങളുമായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുവാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. വിശുദ്ധ ഖുർആനിന്റെയും സഹിയായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ജീവിതത്തെ മരിക്കുന്നത് വരെ മുന്നോട്ട് നീക്കുവാനുള്ള പ്രാമാണിക ബോധ്യം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരയണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളും നീ സ്വീകാര്യോഗ്യമായ സൽക്കർമ്മങ്ങളായി കബൂൾ ചെയ്യണമേ നാഥ. അള്ളാഹുവെ, യാത്രയായ പരിശുദ്ധ റമദാനിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ, പ്രതിഫലേച്ഛയോടെ ഞങ്ങൾ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളെയും നീ സ്വീകരിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഫൈസൽ നന്ദി സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കാലയളവിനടക്ക് മരിച്ചു പിരിഞ്ഞ നമ്മുടെ കുടുംബ ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ, അള്ളാഹു അവർക്കും അതേപോലെ തന്നെ മഹദിക്കും എല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അങ്ങേയറ്റത്തെ പരീക്ഷണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഫലസ്തീൻ സമൂഹം, ഗസ നിവാസികൾ, അള്ളാഹുവെ, അവർക്ക് നീ അതിജീവനം നൽകണമേ നാഥ. അള്ളാഹുവെ, ആ പോരാട്ടം മുന്നോട്ട് പോകുമ്പോൾ കൊല്ലപ്പെടുന്നവർക്ക് നീ ഷഹാദത്ത് നൽകണമേ നാഥ. അള്ളാഹുവെ, ആ മണ്ണിന്റെ മക്കൾക്ക് ആ ജന്മനാട് നീ തിരിച്ചു നൽകണമേ റബ്ബേ. അള്ളാഹുവെ, അവർക്കും ഞങ്ങൾക്കും അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ തൗഹീദോടെ, തസ്കിയത്തോടെ അതിജീവനം നേടിയെടുക്കാനുള്ള ആദർശ വിശുദ്ധി അവർക്കും ഞങ്ങൾക്കും നീ നിലനിർത്തി തരയണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളും നീ സഫലമാക്കി തരയണമേ നാഥ. ഞങ്ങളുടെ ഉപജീവന മേഖലയിൽ നീ വർധനവ് പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ പല രോഗങ്ങൾക്ക് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ ശമനം നൽകണമേ നാഥ.
മരുന്ന് പോലുമില്ലാത്ത മാറാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും മക്കളെയും ഇണകളെയും വേണ്ടപ്പെട്ടവരെയും നീ സംരക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സ നീ ഫലപ്രദമാക്കി തീർക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ സാമ്പത്തിക ബാധ്യത, കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അള്ളാഹുവെ, ഞെരുക്കങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അവർക്കെല്ലാം നീ തുറവി പ്രദാനം ചെയ്യണമേ. നീ ബറക്കത്തും റഹ്മത്തും അവർക്കും ഞങ്ങൾക്കും നീ നൽകണമേ നാഥ. അള്ളാഹുവെ, ഈ മസ്ജിദുമായി അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന, അതിന് ദാനധർമ്മങ്ങൾ നീക്കിവെച്ച, സദഖാ ജാരിയ നീക്കിവെച്ചിട്ടുള്ള ഒരുപാട് സുമനസ്സുകൾ അള്ളാഹുവെ നീ സ്വാലിഹായ കർമ്മമായി കബൂൽ ചെയ്യണമേ നാഥ. അതുവഴി അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ദാനധർമ്മങ്ങളെ വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾക്ക് നീ പ്രതിരോധമാക്കി തീർക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين. اللهم انصر إخواننا في فلسطين. اللهم انصر المظلومين في غزة. اللهم انصر المظلومين في شمال الهند. اللهم انصر إخواننا في جميع أنحاء العالم. اللهم كن نصيرا ومعينا للمجاهدين في هذه المنطقة المظلومة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا. ربنا تقبل صيامنا وقيامنا وأذكارنا وصلاتنا وصدقاتنا وزكاتنا وصالح أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.